നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തനിക്കെതിരായ എല്ലാ ലൈംഗികാരോപണ പരാതികളും വ്യാജമെന്ന നടൻ ജയസൂര്യ. വ്യാജ പീഡനാരോപണം നേരിടേണ്ടി വരുന്നത് വളരെ വേദനാജനകമാണ്. തന്റെ ജന്മദിനമായ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ജയസൂര്യ കുറിപ്പ് പുറത്തുവിട്ടത്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന ബൈബിൾ വചനവും ജയസൂര്യ കുറിപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു. ചില അത്യാവശ്യങ്ങളുള്ളതുകൊണ്ടാണ് താൻ അമേരിക്കയിൽ തങ്ങുന്നതെന്നും ഉടൻ തിരിച്ചു വരുമെന്നും ജയസൂര്യ കുറിപ്പിലൂടെ പറഞ്ഞു. തനിക്കും തന്റെ കുടുംബത്തിനും അഗാധമായ ദുഃഖമാണ് വ്യാജ പരാതി മൂലം ഉണ്ടായത്. നാട്ടിൽ വന്നാൽ ഉടൻ നിരപരാധിത്വം തെളിയിക്കാനുള്ള പോരാട്ടം തുടങ്ങുമെന്നും അദ്ദേഹം കുറിപ്പിൽ പറയുന്നു. 2 ലൈംഗിക അതിക്രമ കേസുകളാണ് ജയസൂര്യക്കെതിരെ നിലവിൽ ഉള്ളത്. സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് ജയസൂര്യ കടന്നുപിടിച്ചുവെന്ന പരാതിയിലാണ് ആദ്യത്തെ കേസ്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ജയസൂര്യക്കെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തത്. മറ്റൊന്ന് തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയാണ്. അതിൽ കരമന പോലീസ് കേസെടുത്ത ശേഷം തൊടുപുഴ പോലീസിന് കേസ് കൈമാറുകയായിരുന്നു. വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ 1 മാസത്തോളമായി താൻ കുടുംബസമേതം അമേരിക്കയിലാണ്. ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി തനിക്ക് നേരെ 2 വ്യാജ പീഡനാരോപണങ്ങൾ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും മറ്റേതൊരു വ്യക്തിയെയും പോലെ തന്നെ തന്നെയും അത് നന്നായി തകർത്തു. തന്റെ കുടുംബാംഗങ്ങളെ ഇത് അഗാധമായി ദുഃഖത്തിലാഴ്ത്തി. തന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അത് വല്ലാത്തൊരു മുറിവായി, വേദനയായി. മരവിപ്പുകൾക്ക് ഒടുവിൽ താൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി. ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളും. ആർക്കും ഇത്തരം വ്യാജാരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം. മനസാക്ഷി ഇത്തിരി പോലും ബാക്കി ഉണ്ടാവരുത് എന്നേയുള്ളൂ. പീഡനം പോലെ തന്നെ വളരെ വേദനാജനകമാണ് വ്യാജ പീഡനാരോപണം നേരിടേണ്ടി വരുന്നത് എന്നോർക്കുന്നത് നന്ന്. സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയായിരിക്കും എന്നാണല്ലോ. എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ്. ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞ ഉടൻ താൻ തിരിച്ചെത്തും. നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമ പോരാട്ടം തുടരും. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ താൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുവെന്നും ജയസൂര്യ കുറിപ്പിൽ പറഞ്ഞു.